ടി.പി. ചന്ദ്രശേഖരൻ വധക്കേസിൽ പ്രതികളുടെ ശിക്ഷ വർദ്ധിപ്പിക്കണം എന്ന ഹർജിയിൽ ഹൈക്കോടതിയിൽ തുടർവാദം തുടങ്ങി. ജസ്റ്റിസുമാരായ എ.കെ. ജയശങ്കരൻ നമ്പ്യാരും ജസ്റ്റിസ് കൗസർ എടപ്പകത്തും അടങ്ങിയ ബെഞ്ചാണ് വാദം കേൾക്കുന്നത്. കൊലപാതകത്തിലെ ഗൂഢാലോചനയെക്കുറിച്ച് അന്വേഷിക്കാത്തതിൽ വിഷമമുണ്ടെന്നും നിയമപോരാട്ടം തുടരുമെന്നും കെ രമ MLA 24-നോട് പ്രതികരിച്ചു. ക്യാപിറ്റൽ പണിഷ്മെൻ്റ് എന്ന് നമ്മൾ പ്രതികൾക്ക് ഏറ്റവും പരമാവധി ഉയർന്ന ശിക്ഷയാണ് നമ്മൾ ആവശ്യപ്പെടുക. അങ്ങനെ പറയുമ്പോൾ പോലും ഞാൻ വളരെ വ്യക്തമായി പറയുന്നു, ഒരു മനുഷ്യനും മരണപ്പെട്ടുകൂടാ, അല്ലെ അവരുടെ ജീവൻ എടുത്തുകൂടാ എന്നുള്ള ഇതിൽ തന്നെ ഞാൻ ഉണ്ട്. പക്ഷേ ഏറ്റവും പരമാവധി ശിക്ഷ ലഭ്യമാകണം. അതൊരു ജീവൻ എടുത്തുകൊണ്ടാവണം എന്നുള്ളത് എനിക്ക് ആഗ്രഹമില്ല. ആരുടെയും ജീവൻ എടുക്കരുത് എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. പക്ഷേ പരമാവധി ഉയർന്ന ജയിലിൽ നിന്ന് പുറത്തു വരാതെ പരോള് കിട്ടാതെ ഉള്ള ഒരു ശിക്ഷയായിരിക്കണം അവർക്ക് ലഭ്യമാകേണ്ടത് എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. വിനീത VG ഹൈക്കോടതിയിൽ നിന്നുള്ള വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. വിനീത, തുടർവാദം തുടങ്ങിക്കഴിഞ്ഞല്ലോ, എന്തൊക്കെ വിവരങ്ങളുണ്ട് ഇപ്പോൾ? ഗോപികൃഷ്ണൻ, തീർച്ചയായും ഈ കേസിന്മേൽ തുടർവാദം ആരംഭിച്ചിരിക്കുകയാണ്. വാദം കേൾക്കാനായി രാവിലെയോടുകൂടി തന്നെ കേസിലെ 11 പ്രതികളെയും കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ആ വാദം പുരോഗമിക്കുകയാണ്. അതായത് കൃത്യമായ ആസൂത്രണത്തോടെ നടന്ന കൊലപാതകമാണെന്ന് പ്രോസിക്യൂഷൻ കോടതിയെ അറിയിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ പ്രതികൾക്ക് പരമാവധി ശിക്ഷ ഉറപ്പാക്കണം, അതായത് സുപ്രീം കോടതി വിധികളുടെ അടിസ്ഥാനത്തിൽ പരമാവധി ശിക്ഷ നൽകണമെന്നും പ്രോസിക്യൂഷൻ ചൂണ്ടിക്കാട്ടിയിരിക്കുകയാണ്. കൃത്യമായ ആസൂത്രണത്തോടെയാണ് ഈ കൊലപാതകം നടന്നതെന്നും പെട്ടെന്നുള്ള വികാരമല്ല ഈ കൊലപാതകത്തിന് കാരണമെന്നും പ്രോസിക്യൂഷൻ പറയുന്നുണ്ട്. ഇന്ന് രാവിലെ കെ രമയുടെ ഒരു പ്രതികരണം വന്നിട്ടുണ്ടായിരുന്നു. കെ രമയും അത്തരമൊരു കാര്യം തന്നെയാണ് പറയുന്നത്. ഒരു വധശിക്ഷ എന്നതിൽ അങ്ങനെ ആരുടെയും ജീവൻ എടുക്കാൻ താൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ പ്രതികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ലഭിക്കാവുന്നതിൽ ഏറ്റവും പരമാവധി ശിക്ഷ തന്നെ ഉറപ്പാക്കണമെന്നാണ് പറയുന്നത്. ഈ പ്രതികൾക്ക് ജയിലെന്ന് പറയുന്നത് ഒരു രണ്ടാം വീട് എന്നതുപോലെയാണ്. അവർക്ക് അവിടെ ആനുകൂല്യങ്ങൾ ലഭ്യമാവുന്നുണ്ട്. ഇതൊക്കെ തടയണമെന്ന് തന്നെയാണ് പ്രധാനമായും കെ രമയും പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ പ്രതികൾക്ക് അവർക്ക് ലഭിക്കാവുന്നതിൽ ഏറ്റവും വലിയൊരു ശിക്ഷ തന്നെ ഉറപ്പാക്കണമെന്നൊരു ആവശ്യം കൂടി കെ രമയും സൂചിപ്പിച്ചിട്ടുണ്ട്. ഇന്നലെയും ഈ കേസുമായി ബന്ധപ്പെട്ട 2 അപ്പീലുകൾ കോടതിയിൽ പരിഗണിച്ചിട്ടുണ്ടായിരുന്നു. ഇതിന്മേലുള്ള വാദങ്ങൾ നടക്കുന്നതിനിടെ പ്രതികൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് കോടതി ചോദിച്ചിരുന്നു. അന്ന് ഈ പ്രതികൾ ആവശ്യപ്പെട്ടത് ഈ ശിക്ഷയിൽ ഇളവ് നൽകണമെന്നൊരു ആവശ്യമാണ് പ്രതികൾ മുന്നോട്ട് വെച്ചത്. അതിന് പ്രധാന കാരണമായി അവർ പറഞ്ഞിരുന്നത് അവരുടെ കുടുംബ പശ്ചാത്തലം, ഒപ്പം തന്നെ വീട്ടിൽ തങ്ങളാണ് ഇല്ലാതെ മറ്റാരും അവർക്കില്ല, തുണയായി ഇല്ല എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് അവർ മുന്നോട്ട് വെച്ചത്. ഒപ്പം തന്നെ ആരോഗ്യനില മോശമാണെന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്ന് വീണ്ടും വാദം തുടങ്ങിയിരിക്കുന്നു. അല്പസമയത്തിനകം ഒരുപക്ഷെ ഈ കേസിന്മേലൊരു അന്തിമ തീരുമാനത്തിലേക്ക് കോടതി എത്തിയേക്കുമെന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ടി.പി. ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികളുടെ ശിക്ഷ ഉയർത്തണം എന്ന ഹർജിയിലുള്ള വാദം ഹൈക്കോടതിയിൽ ഇപ്പോൾ തുടരുകയാണ്. പരമാവധി ശിക്ഷ ഉറപ്പാക്കണം, പക്ഷേ വധശിക്ഷ വേണം എന്ന ആവശ്യം താൻ മുന്നോട്ട് വയ്ക്കുന്നില്ല എന്നാണ് കെ രമ MLA അല്പം മുൻപ് 24-നോട് പ്രതികരിച്ചത്. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു വിനീത VG ഹൈക്കോടതിയിൽ നിന്ന്.